ഹായ്, വെൽക്കം ടു മൈ കിച്ചൻ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണതിൽ ഒരു വെറൈറ്റി സംഭവമാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ചിക്കൻ്റെ ഒരു ഐറ്റം ആണ് കേട്ടോ. പക്ഷെ ചിക്കൻ വെച്ചിട്ടല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. അതായത് ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഹാർട്ട്. ഇത് എത്ര ചിക്കൻ്റെയാണെന്ന് അറിയാൻ പറ്റുമോ? ഇതൊരു 500 ഗ്രാം ഉണ്ട്. വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ ഈ സാധനം. പക്ഷെ ഇത് ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ആണ്. ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ച്. ഇത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് നമ്മൾ വെക്കാൻ പോണത്. പക്ഷെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഇത് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പക്ഷെ ഈ ജിമ്മിലൊക്കെ പോണവർക്ക് നല്ലൊരു സാധനമാണ്. അതിന് അത്രയ്ക്കും പ്രോട്ടീൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ തട്ടിക്കൂട്ട് ബിരിയാണി അല്ലെങ്കിൽ പുലാവ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് വെക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സവാള, പിന്നെ ഇതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും, വേപ്പില, തക്കാളി, ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ കുക്കറിനകത്താണ്ട വെക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ തട്ടിക്കൂട്ടായിട്ടാണ് വെക്കാൻ പോണത്. ഞാൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിക്കൻ്റെ എനിക്ക് ആകെ അറിയാവുന്ന ചിക്കൻ്റെ കാല് മാത്രമാണ്. ചിക്കൻ പീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കാല് മാത്രമാണ്. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കഴിക്കണം. കുക്കറിനകത്ത് ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് പാത്രം ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. സോ നമ്മുടെ പാത്രം കുക്കർ ചൂടായിട്ടിട്ട് നമ്മളപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാമാണ്. വെളിച്ചെണ്ണയാണ് കേട്ടോ. നമുക്ക് ഏത് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ആക്കാം. നമ്മളിവിടെ സൺഫ്ലവറിൻ്റെയാണ് യൂസ് ആക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെയ്യും കൂടി ആഡാക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേണ്ട അളവിൽ സാധനങ്ങൾ ചേർക്കാം. ഓക്കെ, എനിക്ക് ആദ്യം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് സെലക്ട് ആക്കിയാണത്. എനിക്കൊരു കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബിരിയാണിയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ ഇത് കറക്റ്റ് അളവിൽ ഇട്ടില്ലെങ്കിൽ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ലാസ്റ്റ് ഇതിൻ്റെ ഇപ്പോൾ ടേസ്റ്റ് എനിക്ക് എടുത്ത് നിൽക്കണം. അതുകൊണ്ട് ഇത് ഓവറാക്കരുത്. കുറച്ച് മിനിമത്തിന് എന്ന് നമുക്ക് ചെറിയ രീതിയിൽ, എനിക്കിതൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ചെറിയൊരു മണം വേണം. അല്ലാണ്ട് ഈ സാധനം എവിടെ ചോറിട്ട് കൈ എടുക്കുമ്പോഴും ഈ സാധനം കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഫോർ സ്മെൽ. നമ്മളിനി സവാള ഇടാണ്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹൈ ഫ്ലെയിം വെച്ചിട്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ എടുത്ത് കൊടുത്തേക്കാം എണ്ണ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ കുക്കറിലൊക്കെ എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ടൈം ആവുന്ന ഒരു സിമ്പിളായിരിക്കും. അതേപോലെ ചോറും കറി സെപ്പറേറ്റും വെക്കുന്നതിന് നല്ലത് ഇതുപോലെ കുക്കറിനകത്ത് ട്രൈ ചെയ്യേണ്ടതാണ് ബിരിയാണി. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യത്തിന് ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കളറൊന്നും അത്ര ഇതായിട്ട് മാറിയില്ല. പക്ഷേ ഇപ്പം നമുക്ക് ആ വെളിച്ചെണ്ണയുടെയും നെയ്യുടെയും പിന്നെ നമ്മൾ ബാക്കി ഇട്ട സാധനങ്ങളുടെ ഒക്കെ കൂടി ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ മണം നല്ല രീതിയിൽ കിട്ടിയ നമ്മുടെ ഏകദേശം ബിരിയാണിയുടെ സെറ്റാണ്. കാരണം ബിരിയാണിയുടെ ഹൈലൈറ്റ് ഈ മണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി അത് ഇടാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കാം. കളി ഇടാമാണ്. ഇങ്ങനെ സ്ലോ ആക്കിയില്ലെങ്കിൽ കുറച്ചും കൂടി പാകത്തിലാണ്. എന്നിട്ട് മിക്സ് ആക്കാം നന്നായിട്ട്. പത്ത് പിടിക്കല്ല, അടിച്ച് പിടിക്കാതെ നമുക്ക് നോക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടു. നമ്മുടെ ഇത് സെറ്റാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ഇടണം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു പരുവായിട്ടില്ല. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് പൊടികളൊക്കെ ഇടാം. ഇത്രയും വെള്ളമാണ് കേട്ടോ. ഇത്രയൊന്നല്ല, ഇതിനകത്ത് കുറച്ച് ഒന്നൊരു നനവിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പൊടി ഇതാവും, അടി പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഒരു നനവിന് വേണ്ടിയിട്ട് ഇതാണ്. ഇപ്പോൾ എല്ലാം ഒരു
കറക്റ്റ് ലെവലിലാണ് ഇടുന്നതുകൊണ്ട്. ഇപ്പം നമ്മൾ പൊടി ഇടുന്നതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിയെല്ലാം ഇടാൻ വേണം. മഞ്ഞൾപ്പൊടിയാണ്, അത് നമ്മൾ ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ഇടാം, ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ, അത് നമുക്കറിയാലോ. ഇനി നമ്മുടെ മുളക് പൊടിയാണ്. ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. സോ നമ്മളിത്തിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, കളറിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാൻ ഇപ്പോൾ പറഞ്ഞ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ആ വെള്ളം ആഡ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു പരുവം കിട്ടിയത്. അല്ലെങ്കിൽ ഇതിപ്പോൾ എത്ര കരിഞ്ഞ് മണം വന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കറി മസാല, കുറച്ച് കറി മസാല. സോ നമ്മുടെ പൊടികളെല്ലാം കഴിഞ്ഞു. കണ്ടോ, ഈ ഒരു പരുവം വന്നിട്ട് നല്ല കറക്റ്റ് ഇതായിട്ടുണ്ട്. സോ ഇനി നമ്മളില്ലേ അരി കഴുകാൻ പോകാൻ കേട്ടോ. നമ്മൾ 3 പേരാണുള്ളത്. അപ്പം അതിനനുസരിച്ച് ഇതിനകത്ത് 1.25 കപ്പ്. ഇത് നമ്മുടെ സാധാരണ ഇവിടെ കിട്ടുന്ന സാധാരണ ഒരു അരിയാണ്. ഇത്രയും വേണ്ട. ഇത് രണ്ടു തവണ പൈപ്പ് വെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നല്ല വെള്ളത്തിൽ കഴുകണം. ഈ ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം കൂടി ചേർത്തിട്ട്. ഇത് നമ്മളിതാ നമ്മുടെ ഇത് അങ്ങനെ ഇടാൻ നല്ല രസവും കേട്ടോ. ഇതെല്ലാം കൂടി അങ്ങനെ ഇട്ടിട്ട് കുഴച്ചെടുക്കണം. അതിൻ്റെതായോ എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ ഞാൻ കഴിക്കുമോ, അത് എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷെ അത് നമുക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാണ്. ഈ വെള്ളം ഫുള്ളും അവിടെ ഒഴിക്കാണ്. എന്നിട്ട് നമ്മളിനി ഇളക്കി കൊണ്ടുവന്നിരിക്കാം. ഇത് കണ്ടോ, ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് കൊള്ളാം. മധുരമാണ് വന്നത്. എന്താ മധുരം വന്നതെന്ന് എനിക്കറിയില്ല. ഉപ്പിടാൻ പോകണ്ട. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, അത് നിങ്ങളുടെ ആവശ്യത്തില്ല. ഉപ്പിടാൻ ഇളക്കി കൊടുക്കാം. ഇവിടെ നിന്നിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ഇതായിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊന്ന് ഇതാവട്ടെ, തിളക്കട്ടെ, ഒന്ന് വേവട്ടെ. ബോയിൽഡ് ആകുമ്പോൾ നമുക്ക് റൈസ് ഇടാം. റൈസ് ഇടാൻ വേണ്ടി സാധനം തിളച്ചു കൊടുക്കും. വെള്ളം മിക്സ് ആക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞാൻ വെയിറ്റ് ചെയ്യും. നമുക്ക് കുറച്ച് ഒരു വിരൽ മുങ്ങിക്കിടക്കാവുന്ന പാകത്തിലുള്ള വെള്ളം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ നമ്മൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇടാൻ പോകണം. എന്നിട്ട് നമ്മൾ ഒരു വിസിലാകുമ്പോഴേക്കും നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ മെയിൻ ഐറ്റം, എൻ്റെ ഒരു മെയിൻ ഐറ്റമാണ് സലാഡ്. ഇത് നമ്മൾ കുറച്ച് വെറൈറ്റി പിടിക്കാൻ പോകണം. സുഖം. വിസിലടിച്ച് നമ്മൾ സ്റ്റൗ ഓഫ് ആക്കാണ്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അപ്പോഴേക്കും സലാഡ് തൈര് റെഡി ആയിട്ടിരിക്കട്ടെ കേട്ടോ. തൈര്, സവാള, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്. ഇനി നമ്മൾ തൈര് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, കമോൺ മൈ കോക്ക്. ഓക്കെ, നമ്മുടെ തൈര് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സലാഡ് ഇതിൻ്റെ ഇത് കഴിഞ്ഞു. അവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി. ഓ, നല്ല മണമാണ്. ഒന്ന് മിക്സ് ആക്കട്ടെ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ എടുക്കട്ടെ. ഇത് നല്ല ചൂടാണ്. ഇപ്പോൾ കുക്കറിൽ നിന്ന് എടുത്തോളൂ. പക്ഷെ എനിക്ക് തൈരും ചേർത്തിട്ടൊരു ചൂടുണ്ട്. ഒരു ഇത്തിരി ഞാൻ കഴിച്ചു നോക്കട്ടെ. കൊള്ളാം, പക്ഷെ എനിക്ക് പീസ് കഴിക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം. കുറച്ച് തൈരിൽ മുക്കി കഴിക്കണം, ചൂട് കാരണം കേട്ടോ. ഏകദേശം എനിക്ക് ലിവറിൻ്റെ ഒരു ഇതായിട്ടാണ് തോന്നിയത് കേട്ടോ. ലിവറിൻ്റെ ഇതിൻ്റെ ഏകദേശം സെയിമാണ്. എനിക്ക് അതിൻ്റെ ഇതാണ് സാധാരണ ഒരു ഇതും കുഴപ്പമില്ല. എനിക്ക് ലിവർ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് ഞാൻ ചിലപ്പോൾ കഴിക്കും. ബിരിയാണി ടേസ്റ്റ് ഉണ്ട്.